ഷെന്നിന് കഴിക്കുവാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് മേശയിൽ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് ഒക്കെ ലൂവിന്റെ ശ്രദ്ധയിലും പെടുന്നു. കുട്ടിക്കാലത്ത് ഷെന്നിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവുമോ ആ ഒരു രീതിക്കൊക്കെ ആയിരുന്നു പെയിന്റിംഗ് ഉണ്ടായിരുന്നത്. സോ ഇത് നിന്റെ പെയിന്റിംഗ് അല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇത് എന്റെ പെയിന്റിംഗ് തന്നെയാണ്. ഞാൻ നിന്റെ വീട്ടിലേക്കൊക്കെ താമസിക്കുവാനായിട്ട് എത്തിയ സമയത്ത് എന്റെ അച്ഛനായിരുന്നു രഹസ്യമായിട്ട് എന്റെ ലഗേജിനുള്ളിൽ ഈ ഒരു പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടെത്തിയ സമയത്താകട്ടെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് ഞാനും അതൊക്കെ കത്തിച്ചു കളയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് കത്തിച്ചോണ്ടിരുന്ന സമയത്തായിരുന്നു നീയും എന്റെ മുമ്പിലായിട്ട് വന്നത്. സോ നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോഴത്തേക്കും അത് ഞാൻ കത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്ന കാര്യം എല്ലാം തന്നെ ഇപ്പോൾ ഷെന്നും ലൂവിന്റെ അടുത്തായിട്ട് തുറന്നു പറയുന്നു. ഷെന്നിന്റെ അച്ഛനെക്കുറിച്ചും ഷെന്നിന്റെ ഫാമിലിനെ കുറിച്ചും കൂടുതലായിട്ടൊക്കെ ലൂ ചോദിക്കുമ്പോഴത്തേക്കും ഷെന്നും കുട്ടിക്കാലം മുതലേ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുകയാണ്. എന്റെ അച്ഛൻ വലിയൊരു ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. അമ്മ പിയാനോ ഒക്കെ വായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം അമ്മ ഒരിക്കൽ പോലും പിയാനോ വായിച്ചിട്ടില്ല. ഞങ്ങളും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറയുകയാണ്. കുട്ടിക്കാലത്ത് അവളൊരു ചിത്രമൊക്കെ വരച്ചിട്ട് അച്ഛനെ കാണിക്കുമ്പോഴത്തേക്കും അച്ഛനതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചിത്രവുമായിട്ട് അമ്മയുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അമ്മ മുറിയൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഓടിക്കേറി വന്നത് കൊണ്ട് തന്നെ കൂടുതൽ വൃത്തികേടൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അവൾ വരച്ച പെയിന്റിംഗ് പോലും കാണാതെ അമ്മയും അവളെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അച്ഛൻ അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊക്കെയാണ് സംസാരിച്ചതും. അച്ഛനും പെയിന്റിങ്ങിന്റെ പുറകെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ചെലവുകൾ പോലും നടത്തുവാനായിട്ട് അച്ഛന് സാധിക്കുമായിരുന്നില്ല. സോ അമ്മയും അച്ഛനോട് ഇനിയെങ്കിലും ഈ ഒരു പരിപാടിയൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജോലിക്ക് പോയിട്ട് സമ്പാദിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അച്ഛനും അതിനോടൊന്നും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അടികൂടുന്ന സമയത്തായിരുന്നു ഷെന്നും സ്കൂൾ വിട്ടൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും യാതൊരു വിധത്തിലുള്ള വഴക്കുകളും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളെയും വിശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അമ്മ മരിച്ചുപോയി. എങ്കിൽ പോലും അച്ഛന്റെ ഉള്ളിൽ അതൊട്ടും തന്നെ വേദനയൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് ഷെൻ പറയുന്നത്. അടക്കിന്റെ സമയത്ത് അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ കൈയൊക്കെ പിടിച്ചു നിൽക്കുന്നത് അവളും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനുമായിട്ട് മാറി നിന്ന് പഠിക്കാമെന്നൊക്കെ ആയിരുന്നു അവളും തീരുമാനിച്ചത്. അങ്ങനെ അച്ഛനുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ പരമാവധി അവൾ ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ചു. അച്ഛൻ മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൾ റിപ്ലൈ ഒക്കെ കൊടുക്കാതായി. അങ്ങനെ ഇരിക്കെ അവൾ പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അച്ഛനും ഇപ്പോൾ എത്തിക്കുകയാണ്. അച്ഛൻ അവൾക്ക് പണമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു പണമൊന്നും ഉപയോഗിക്കാതെയായിരുന്നു അവളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ. അങ്ങനെ ഇരിക്കെ എനിക്കും ഇനിയും പഴയതുപോലെ ഒന്നും ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. എനിക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ. നീയും എന്നെ ഒരിക്കലും വെറുക്കരുത് എന്നൊക്കെ അച്ഛൻ അവളുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും കാലമായിട്ടും അച്ഛന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ അച്ഛൻ അച്ഛന്റെ ലൈഫൊക്കെ ജീവിച്ചോ, അതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് എന്റെ ലൈഫ് ജീവിക്കേണ്ടതായിട്ടുണ്ട്. അച്ഛൻ ഒരു കാരണവശാലും എന്നെ ഇനി ശല്യം ചെയ്യുവാനായിട്ട് പാടില്ല. എന്നെ അച്ഛൻ മറന്നു കളഞ്ഞൊക്കെ എന്നൊക്കെ ആയിരുന്നു അവളും സംസാരിച്ചത്. അച്ഛന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ലാതെയായിരുന്നു അവളെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്നായിരുന്നു അവൾ അച്ഛനെ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്നൊക്കെ ഞാൻ അറിയിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും അച്ഛന്റെ അടുത്ത് അത്രത്തോളം ദേഷ്യപ്പെടുന്നതും സംസാരിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഷെന്നും ഇപ്പോൾ ലൂവിന്റെ അടുത്തൊക്കെ പറയുന്നു. അച്ഛൻ ഉറപ്പായിട്ടും എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അച്ഛൻ അസുഖമൊക്കെ വന്നിട്ട് എന്നെ ആ ഒരു കാര്യം ഒന്നും തന്നെ അറിയിക്കാതിരുന്നത്. അച്ഛൻ അതൊക്കെ അറിയിക്കുകയായിരുന്നെങ്കിൽ അവസാനമായിട്ട് എനിക്ക് അച്ഛനെ കണ്ട് ഒന്ന് ബൈയൊക്കെ പറയുവാനായിട്ടുള്ള അവസരമെങ്കിലും കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ് അവളും ആകെ വിഷമിക്കുന്നു. നീ നിന്റെ അച്ഛനെ ഇത്രയും കാലം വെറുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും ആ ഒരു വെറുപ്പൊക്കെ മാറ്റിവെക്കണമെന്ന് രൂ പറയുമ്പോഴത്തേക്കും അങ്ങനെ അച്ഛന്റെ അടുത്തുള്ള വെറുപ്പൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ തന്നെ എനിക്കിനിയും ഒരവസരമൊന്നും കിട്ടുന്നതായിരിക്കുകയില്ലല്ലോ. സോ വെറുപ്പൊക്കെ മാറ്റിവെച്ചിട്ടും എന്ത് ഗുണമാണ് ഉള്ളതെന്ന രീതിക്കൊക്കെ അവളും സംസാരിക്കുന്നു. പക്ഷേ നിന്റെ മുമ്പിൽ ഒരവസരം കൂടി ഉണ്ടേന്ന് പറഞ്ഞ് ലൂവും ഒരു കാര്യമൊക്കെ അവളെ അറിയിക്കുകയാണ്. അതായത് അവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ചടങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് ഷൻ വേണം കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുവാനെന്നായിരുന്നു അവസാനമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ അച്ഛനോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ മാറ്റി കളഞ്ഞിട്ട് അച്ഛന്റെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറുവാനായിട്ടുള്ള അവസാനത്തെ ഒരു അവസരമാണ് ഇത് എന്നൊക്കെ ലൂവും അറിയിക്കുന്നു. ഇപ്പോൾ ഷെന്നിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ ലൂവിന്റെ റിസോർട്ടിൽ വെച്ചൊക്കെ നടത്തുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുള്ള ഒരു സ്ത്രീനെയൊക്കെ കാണുമ്പോഴത്തേക്കും അത് ആരാണെന്നൊക്കെ ചെങ്ങിന്റെ അടുത്തായിട്ടൊക്കെ സൂവും ചോദിക്കുന്നു. പക്ഷെ അപ്പോളായിരുന്നു അത് ഷെന്നിന്റെ അച്ഛന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ ചെങ്ങും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഗേൾഫ്രണ്ടിനെയൊക്കെ കാണുകയാണെങ്കിൽ അത് ഷെന്നിനും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുകയില്ല എന്നൊക്കെയാണ് സൂ പോലും സംശയിക്കുന്നതും.
ചടങ്ങുകളൊക്കെ കൂടുവാനായിട്ട് ലൂ എത്തി കഴിയുമ്പോഴത്തേക്കും ഇന്നലെ നീ എനിക്ക് നൽകിയ ആത്മവിശ്വാസം കൊണ്ടാണ് ഞാനും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെ കുറിച്ച് രണ്ടു വാക്കൊക്കെ പറയാമെന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷെന്നും ഇപ്പോൾ പറയുകയാണ്. ഇപ്പോൾ ചടങ്ങുകളും തുടങ്ങുന്നു. ഒരു വ്യക്തിയാകട്ടെ അച്ഛനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഷെന്നിനെ വേദിയിലേക്കൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ അച്ഛൻ നല്ലൊരു ആർട്ടിസ്റ്റ് ഒക്കെയാണ്. എങ്കിൽ പോലും ഞാൻ അച്ഛന്റെ അടുത്ത് അത്രയ്ക്ക് നല്ല രീതിക്കൊന്നും ആയിരുന്നില്ല പെരുമാറിയിട്ടുണ്ടായിരുന്നത്. കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കോണ്ടാക്ട് പോലും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമില്ല എന്ന രീതിക്കൊക്കെയായിരുന്നു ഞാൻ പെരുമാറിയതെങ്കിൽ പോലും അച്ഛൻ മരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കുമാണ് എത്രത്തോളം ആഴത്തിലായിരുന്നു എനിക്ക് അച്ഛനോടുള്ള സ്നേഹമെന്ന സത്യം എല്ലാം തന്നെ ഞാനും മനസ്സിലാക്കിയത്. ഞാനാണ് നിന്റെ അച്ഛൻ, അതൊരിക്കലും മാറുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അച്ഛൻ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ അർത്ഥം പോലും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്നും അച്ഛന്റെ മകളായിട്ട് തന്നെ ജീവിക്കുന്നതായിരിക്കും. അച്ഛൻ എനിക്ക് ജന്മമൊക്കെ നൽകിയതിന് ഒരുപാട് നന്ദി ഉണ്ട് എന്നൊക്കെ ഷെന്നും പറയുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഷെന്നിന്റെ അച്ഛൻ ആ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് എല്ലാവരും ആകെ ഷോക്ഡ് ആകുന്നു. അങ്ങനെ അയാളും നേരെ മൈക്കിന് മുമ്പിലൊക്കെ വന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ആ ഒരു വേദിയിലൊക്കെ വരുമെന്നും അവർ എന്നെ കുറിച്ച് എന്തായിരിക്കും പറയുക എന്നും എല്ലാം തന്നെ അറിയുവാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു പരിപാടിയൊക്കെ ഞാനും ഇവിടെ നടത്തിയത്. എല്ലാവരും അവരവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗ്രാൻഡായിട്ട് കടന്നു വരാമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ മകളുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടായിരുന്നു ഞാനും പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും എന്റെ മകൾ എന്റെ അടുത്ത് ക്ഷമിക്കുവാനായിട്ടൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇനിയുള്ള കാലം അവളുടെ വെറുപ്പൊന്നും ഇല്ലാതെയൊക്കെ എനിക്കും ജീവിക്കുവാനായിട്ട് സാധിക്കുമല്ലോ. എന്തായാലും ഷെന്നുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കുവാനായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്താലോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഷെന്നിന്റെ ബോയ് ഫ്രണ്ട് കൂടി ആയിട്ടുണ്ടായിരുന്ന ലൂ ആണ് എല്ലാ കാര്യത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അവനില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനൊരു കാര്യമൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ കൈയടിക്കുന്നുണ്ടെങ്കിൽ പോലും ഷെൻ ആകെ ചതിക്കപ്പെട്ട രീതിക്കൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ലൂവിന്റെ ഉള്ളിലും ഒരു കുറ്റബോധമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെന്നും ലൂ പറയുന്നതൊന്നും തന്നെ കേൾക്കുവാൻ കൂട്ടാക്കാതെ പോകുന്ന സമയത്ത് നീ എനിക്ക് വേണ്ടി ഒരവസരം കൂടി നൽകാനൊക്കെ അച്ഛനും ഷെന്നിന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷെൻ അതും കേൾക്കാതെ വീണ്ടും നടക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ മറ്റൊരു സ്ത്രീ എത്തുകയാണ്. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഷെന്നിന്റെ അച്ഛൻ ഷെന്നിന്റെ അമ്മ മരിച്ചതിന് ശേഷം വിവാഹം കഴിച്ച വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ മകളെ മാത്രമല്ല എന്നെ കൂടെയാണ് ചതിച്ചത്. നിങ്ങൾ മരിച്ചുപോയെന്നൊക്കെ അറിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നതാണ്. എന്റെ ജോലി പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് വെച്ചില്ലേ. അങ്ങനെ ഇരിക്കെ അത്രത്തോളം നല്ല രീതിക്കൊക്കെ നിങ്ങളെ ഞാൻ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നിന്നും 1.5 വർഷം മുമ്പ് നിങ്ങൾ പോയതല്ലേ. പക്ഷെ പിന്നീട് നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ആയെന്നായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നിൽക്കുന്ന സ്ത്രീ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈഫും ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ടും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഒക്കെ ആയതല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ ശല്യം ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെ ഷെന്നിന്റെ അച്ഛനും ട്രൂ ലവ് ആണ്, ഞങ്ങളും ഡേറ്റ് ഒക്കെ ചെയ്യുകയാണ്, അതിനിപ്പോൾ എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗേൾ ഫ്രണ്ടും ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇപ്പോഴാകട്ടെ ഷെന്നിന്റെ അച്ഛന്റെ വൈഫും അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടും കൂടി കൂടി ആകെ മൊത്തം അടി കൂടുകയാണ്. ഈ ഒരു സമയത്ത് ഷെൻ അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എങ്കിൽ പോലും അടി കൂടിയ ആൾക്കാര് മൈക്കൊക്കെ വലിച്ചെറിയുന്നത് നേരെ ഷെന്നിന്റെ തലക്കിട്ടൊക്കെയാണ് കൊള്ളുന്നത്. മാത്രല്ല ഷെന്നിനും ബോധമൊക്കെ നഷ്ടപ്പെടുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.